ഹലോ ഓൾ 2026 ഏപ്രിൽ ബാച്ചിൽ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി സജ്ജരായിരിക്കുന്ന സ്റ്റുഡൻസാണ് നാം. നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള വീഡിയോ, അതുപോലെ അതിൻ്റെ ആപ്പിൻ്റെ ആക്സസും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസ് അതിൻ്റെ ഒരു ഫോം നിങ്ങളത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ശേഷം ആപ്ലിക്കേഷൻസും അതിൻ്റെ വീഡിയോസും എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതിൽ ബേസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണാം, തൊട്ട് താഴെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണാം, തൊട്ട് താഴെ മലയാളം, അറബി, ഹിന്ദി, സോഷ്യോളജി, ഹിസ്റ്ററി, ബിസിനസ്, പൊളിറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഡാറ്റ എൻട്രി, തിയറി, പ്രാക്ടിക്കൽ, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടൈം ഷെഡ്യൂൾ. ഈ ടൈം ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണ്, ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ നാം പഠിക്കണം എന്നുള്ളത് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് സൂം ചെയ്ത് കഴിഞ്ഞാൽ NIOS +2 ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ. നമ്മൾ 2026 ഏപ്രിലാണ് പബ്ലിക് എക്സാം വരുന്നത്, അപ്പോൾ ഏപ്രിൽ ബാച്ചാണ്. അതിൽ നിങ്ങൾ നോക്കുക, ഓഗസ്റ്റ് മന്ത്, ഈ മന്താണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഈ 6 മന്തിലാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓരോ മാസത്തിലും എത്ര ചാപ്റ്റേഴ്സ് വീതം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓഗസ്റ്റ് മന്തിൽ 3.5 ചാപ്റ്റർ നിങ്ങൾ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ചെയ്യുക. സെപ്റ്റംബറിലും 3.5, ഒക്ടോബറിലും, അങ്ങനെ നവംബർ, ഡിസംബർ, ജാനുവരി വരെ 3.5 ഓരോ മാസങ്ങളിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വെരി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ഈ ഒരു ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. മലയാളം 3, അറബി 2.5, ഹിസ്റ്ററി 3.5, പൊളിറ്റിക്സ് 3.6, സോഷ്യോളജി 3.5, ബിസിനസ് 2.5, അക്കൗണ്ടൻസി 3.5, ഫിസിക്സ് 3, കെമിസ്ട്രി 3.5, ബയോളജി 3, മാത്തമാറ്റിക്സ് 4. ഇത്രയും ചാപ്റ്റേഴ്സുകൾ ഓരോ മാസത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് ഓഗസ്റ്റ് ടു ജാനുവരി ആകുമ്പോഴേക്ക് നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് റിവിഷൻ ചെയ്യാൻ, ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുമുള്ള മന്തായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. 7th മന്താണ് ഇത് വരുന്നത്. 8th മന്ത് മാർച്ചാണ് വരുന്നത്. അത് മോഡൽ എക്സാം, നമ്മുടെ അക്കാഡമി ഓൺലൈനായിട്ട് മോഡൽ എക്സാം നടത്തും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് അറിയിക്കും. ആ ടൈമിൽ മോഡൽ എക്സാമും കൂടെ എഴുതാം. അത് കഴിഞ്ഞ് 9th മന്തിലാണ് നിങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, ഏപ്രിൽ. അപ്പോഴേക്ക് നിങ്ങൾക്ക് 6 മന്ത് ക്ലാസ്സും 7th മന്തിൽ വരുന്ന റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂവും മാർച്ചിൽ വരുന്ന മോഡൽ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ എക്സാമിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളത്, ആപ്ലിക്കേഷൻസ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ ക്ലാസ് റൂമിലോട്ട് എൻ്റർ ആവാം, ക്ലാസ് എങ്ങനെ കേൾക്കാം എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ അറിയിക്കുന്നത് ഫസ്റ്റ് ബേസ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ഇംഗ്ലീഷ് MP3 ക്ലാസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, ഏതാണ് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തത് അത് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ MP3 ഓപ്പൺ ആവും. ഇംഗ്ലീഷ് 1ഉം 2ഉം 2 MP3കൾ ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. എന്നിട്ട് അത് മിനിമൈസ് ചെയ്ത് നേരെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റും കൂടെ സൂം ഔട്ട് ചെയ്ത് സൂം ഇന്നൊക്കെ ചെയ്ത് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലാസ് 1 ഇവിടെ, ക്ലാസ് 2 അതിൻ്റെ MP3 നേരത്തെ ഞാൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ക്ലാസ് 3 മുതൽ വീഡിയോ ക്ലാസ്സുകളാണ് വരുന്നത്. അത് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ പുറത്ത് നിന്ന് ഏകദേശം ഒരു 50% മാർക്കിന് പുറത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അത് പാരഗ്രാഫ് എഴുതുക, അതുപോലെ ലെറ്റർ എഴുതുക, അതുപോലെ 2 സെൻറ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് വരിക, അതിലെങ്ങനെയാണ് ആൻസർ എഴുതുക, അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം. അത് കഴിഞ്ഞ് ക്ലാസ് 4 2022 ഒക്ടോബർ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ് 5 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഒരു നോട്ട് ബുക്ക് വാങ്ങി കൃത്യമായിട്ട് ഓരോ ദിവസം ഓരോന്ന് വീതം എന്നുള്ള രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഏകദേശം താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഗ്രാമറൊക്കെ കഴിഞ്ഞ് ക്ലാസ് 4 മുതൽ കുറച്ച് 30 മിനിറ്റ് ഒക്കെ വരുന്നുണ്ടാവും ഓരോ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക്
അതിനനുസരിച്ച് നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ ഈ ഒരു ടൈം ഷെഡ്യൂളിൽ ബേസ് ഇംഗ്ലീഷിൻ്റെ ടൈം കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ കാണിച്ച ടൈം ടേബിൾ ടൈം ഷെഡ്യൂളിൽ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കൂടെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നെ നിങ്ങൾ സാധാ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. സാധാരണ നമ്മൾ പറയാറുള്ളത് ആഴ്ചയിൽ 5 ഡേയ്സ്, ബാക്കി വരുന്ന 2 ഡേയ്സ് നിങ്ങൾക്ക് വീക്കെൻഡായിട്ട് കാൽക്കുലേഷൻ ചെയ്യാം, ഹോളിഡേ മറ്റൊക്കെ ആയിട്ട്. ബാക്കി വരുന്ന 5 ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു 30 to 45 മിനിറ്റ് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി ഒരു ദിവസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതിൻ്റെ ഡബിൾ കൊടുത്തിട്ട് ഏകദേശം ഒരു 1 hour അല്ലെങ്കിൽ 1 hour 30 മിനിറ്റൊക്കെ കൊടുത്തിട്ട് 1.5 മണിക്കൂറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 70 to 90% മാർക്ക് വാങ്ങി വെരി സിമ്പിളായ രീതിയിൽ പാസ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് റൂം ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് MP3 അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ MP3 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അത് പ്ലേ ചെയ്യാനൊക്കെ പറ്റും, കേൾക്കാനൊക്കെ പറ്റും. തൊട്ട് താഴെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സൈറ്റിലോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം 60% ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കി വരുന്ന 40% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാത്രം നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 60% ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള അതിൻ്റെ ഒരു ഇൻഡെക്സാണ് ഈ ഒരു ക്ലാസ് റൂമിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഓരോന്നും അതിൻ്റെ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ 60% ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ടോട്ടൽ ലെസൺ ഇവിടെ 22 ചാപ്റ്ററുകളാണ് വരുന്നത്. ഒരു ചാപ്റ്റർ 6, 7, 8, 9, 10, 12. അപ്പോൾ 1 to 5 വരെയുള്ള ചാപ്റ്റേഴ്സുകൾ അത് TMA അസൈൻമെൻറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. 6, 7, 8, 9, 10 ഇങ്ങനെ ഇതിൽ കാണുന്ന ഈ നമ്പറുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കുകൾ വാങ്ങാൻ പറ്റും. തൊട്ടതായ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കുകൾ വീതം, പോയട്രി, അതുപോലെ പ്രോസ്, ഗ്രാമർ, സ്കില്ല്, ഗ്രാമറും അതുപോലെ തന്നെ ഈ മൂന്നാമത് കാണിച്ചുള്ള കോംപ്രഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, നോൺ പ്രിസ്ക്രൈബിൾ ടെക്സ്റ്റുകൾ നമ്മുടെ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. അതുപോലെ റൈറ്റിംഗ് സ്കില്ലും അതിൽ തന്നെയുള്ളത്. ഈ 3 കാര്യങ്ങൾക്കായിട്ട് ഏകദേശം 25, 15, 30, 40, 50, 60ഓളം മാർക്കിന് ഉള്ളത് നമ്മൾ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കി 40 മാർക്കിനൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ് റൂം ഓപ്പൺ ചെയ്തു തരാം. ഇപ്പോൾ ഹിന്ദി സോഷ്യോളജി ഓപ്പൺ ചെയ്യുന്നു. സോഷ്യോളജി ഓപ്പൺ ചെയ്താൽ ഇതുപോലെ തന്നെ സോഷ്യോളജി MP3 ക്ലാസ് ഡൗൺലോഡ്, സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് നമ്മൾ അയച്ചു തന്നുള്ള ഗൈഡ് ബുക്സ് അത് മലയാളത്തിലാണ്. അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ NIOSൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നതാണ്, ഫ്രീ ആയിട്ട് വരുന്നതാണ്. അത് വലിയ ബുക്കായിരിക്കും, പഠിക്കാനും ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഷോർട്ട് ടൈം ചെയ്തിട്ട് വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഗൈഡ് ബുക്സും. ഈ ആപ്പിലെല്ലാം നോട്ട്സ് തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഈ നോട്ട്സും അതുപോലെ തന്നെ ആപ്പിൽ പ്രിൻറ്റഡ് ഗൈഡ് ബുക്സും ഒക്കെ നിങ്ങൾക്ക് വെരി സിമ്പിളായ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യോളജി ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷൻ 60% ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ലെസൺ 3, ലെസൺ 4, ലെസൺ 5, ലെസൺ 6 ഈ 4 ചാപ്റ്ററുകളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പഠിക്കാൻ. സെക്കൻഡിൽ ലെസൺ 12, 13, 14, 16 ഈ 4 ചാപ്റ്റർ. പിന്നെ 17, 18, 19, 20 ഇങ്ങനെ ഓരോ മൊഡ്യൂൾ വീതം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ കളർ ഈ വൈറ്റ് കളറിൽ കൊടുത്ത ഒരു മൊഡ്യൂൾ വൈറ്റ് കോളം, അടുത്തത് ഈ ഒരു ഓറഞ്ച് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ മൊഡ്യൂൾ, അടുത്ത വെള്ള 3, അടുത്ത ഓറഞ്ച് 4 അങ്ങനെ ഓരോ മൊഡ്യൂളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടലി 5 മൊഡ്യൂളാണ്. ആ ഓരോ മൊഡ്യൂളിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഓരോ മൊഡ്യൂളിന് എത്ര മാർക്ക് വീതം വരും എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 16 മാർക്കാണ്, സെക്കൻഡ് മൊഡ്യൂളിൽ 24 മാർക്കാണ്, തേർഡിൽ 16, ഫോർത്തിൽ 30, ഫിഫ്ത്തിൽ 14 ഇങ്ങനെ ഈ 5 മൊഡ്യൂളാണ് വരിക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ സോഷ്യോളജി ബേസിക് കൺസെപ്റ്റ്സ് ഈ ഒരു മൊഡ്യൂളിൽ 16 മാർക്കിനാണ് വന്നതെന്ന് പറഞ്ഞു. അതിൽ എത്ര ചാപ്റ്റർ ഉണ്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കുമ്പോൾ
നമുക്ക് 3, 4, 5, 6 4 ചാപ്റ്റേഴ്സുകളാണ് വരുന്നത്. ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള മാർക്ക് 16 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 30 ടു ഒരു 50 മാർക്കിനുള്ളത് മിനിമം ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് പഠിക്കാം. അപ്പോൾ കൂടുതൽ മാർക്കുകൾ വരുന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂൾ ഏതാ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നാമത്തെ മൊഡ്യൂൾ 16 മാർക്ക്. അതിൽ ടോട്ടലി വരുന്നത് 4 ചാപ്റ്റേഴ്സ്. ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ 16 മാർക്കുണ്ട്. അപ്പോൾ ഒരു 4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 14 മാർക്ക് നമുക്ക് കിട്ടും. എന്നാൽ സെക്കൻഡ് ലാസ്റ്റ് മൊഡ്യൂള് നാലാമത്തെ മൊഡ്യൂള് 30 മാർക്കിന് വരുന്നതാണ്, ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇതിൽ നാലാമത്തെ മൊഡ്യൂള് 2 ചാപ്റ്ററേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ ലെസൺ 32 അതിൻ്റെ മുകളിലാണ് ലെസൺ 26 മുതൽ 31 വരെ ഉള്ളതാണ് അതിലുള്ളത്. അതാണ് നാലാമത്തെ മൊഡ്യൂള്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലുള്ള മാർക്കുകളിനനുസരിച്ചുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള കൂടുതൽ മാർക്കിന് വന്ന മൊഡ്യൂൾസുകൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വെരി സിമ്പിളായ രീതിയിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി ആ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി എടുത്ത ആളുകൾക്ക് ഇവിടെ അതിൻ്റെ ക്ലാസ് റൂം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഉദാഹരണത്തിന് അക്കൗണ്ടൻസി ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 20 ലെസൺസ് 60% ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിലും ഫസ്റ്റ് മൊഡ്യൂളിൽ 3 ചാപ്റ്റർ, സെക്കൻഡ് മൊഡ്യൂളിൽ 2 ചാപ്റ്റർ, ഇങ്ങനെ ഓരോ മൊഡ്യൂൾ അതിൻ്റെ മാർക്കുകളും എത്രയാണെന്നുള്ളത് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഓരോ മൊഡ്യൂളിനും. അപ്പോൾ നിങ്ങൾ 50-60 മാർക്കുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്യുക. കൂടുതൽ മാർക്കുകളുള്ള കുറഞ്ഞ മൊഡ്യൂൾ ചാപ്റ്റേഴ്സുകൾ വരുന്നത് സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. ഇതിൻ്റെ ക്ലാസ്സുകൾ വരുന്നത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ നേരത്തെ കാണിച്ച പോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ പഠിക്കണം എന്നുള്ളതും അതുപോലെ ഓരോ മൊഡ്യൂളിന് എത്ര മാർക്ക് വരും എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ബാക്കി ക്ലാസ്സുകളൊക്കെ ഫുൾ വീഡിയോ ക്ലാസ്സുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി അത് നമ്മുടെ സെപ്പറേറ്റ് ഒരു ആപ്പ് മൈ ക്യാമ്പസ് എന്ന് പറയുന്ന വേറൊരു ആപ്പ് വഴിയാണ്. അതിൽ ഫുൾ വീഡിയോ ക്ലാസ് ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ മാസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ കയറുക. നിങ്ങൾ ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഓൾഡ് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ വരും എന്നുള്ളത് അതാണ് ഈ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഈ ഒരു ക്ലാസ് റൂമിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് വെരി സിമ്പിളായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കേരള പ്ലസ് ടുവിൽ ഇന്ന് 50% സിമ്പിളായ സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ബേസിക് ഇംഗ്ലീഷും അതുപോലെ മറ്റ് ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് തീർത്തു പോയി കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ കാൽക്കുലേഷനിൽ തന്നെ ടൈം ഷെഡ്യൂളിൽ തീർത്തു പോയി കഴിഞ്ഞാൽ വെരി സിമ്പിളായ രീതിയിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.